ഈ കക്കി കുക്കുംബറിനും വിട്ട് അവരൊക്കെ എല്ലാം വെറും പുഴുവായിട്ട് ശരണമില്ല. ഞാൻ എന്നിട്ട് പുഴുവിനൊരു മരുന്നടിക്കാനാണ് പോകുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് വേപ്പെണ്ണ. ഇത് ലേശം കായ് പൂണ്ടാൻ വേണ്ടിയിട്ട് ഇത് ലേശം പിന്നെ ഫിഷോ അമിനോ ആസിഡ് കൂടി ഉണ്ട്. ഇവിടെ കണ്ട, ഇത് ഫിഷോ അമിനോ ആസിഡാണ്. ഇത് ലേശം ആവണക്കാണ്. ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലാണ് അടിക്കുന്നത്. ഇത് കണ്ട, ഇത് രണ്ടും. പിന്നെ ഇനിയിപ്പോൾ എന്നാ വേണ്ട വെച്ചാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ട, ഈ 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത്ര പോരെ കാന്താരി, ഇതുപോലെ ഇത്ര പോരെ കാന്താരി, ഈ ഒരു വെളുത്തുള്ളിയും കൂടി ഞാൻ അരച്ചിട്ടിങ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കേട്ടാ, അരച്ചിട്ടിങ് എടുത്തിട്ടുണ്ട്. കേട്ടാ, ഇത് അരച്ചിട്ടിങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരിക്കട്ടെ, ഇതിൽ ഒഴിച്ചിട്ട് അരിക്കട്ടെ. കണ്ടാ, ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് അരിച്ചിട്ട് ഇതിലൊഴിക്കാം. കണ്ടാ, കണ്ടില്ലേ? ഇത് അരിച്ചിട്ട് ഒഴിക്കട്ടെ. എന്നിട്ട് നിങ്ങളെ ഇത് കാണിച്ചു തരാം. കണ്ട, അരിച്ചിട്ട് ഒഴിക്കുന്നതാണ്. ഇത് ഇപ്പം വെയിൽ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പം വെയിൽ നോക്കിയാൽ ഇപ്പം നല്ലൊരു വെയിൽ വെച്ചിട്ടാണ്. ഇതിപ്പം വേഗം അടിച്ച് 1 മണിക്കൂറിന് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇത് കാര്യമില്ല. ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇപ്പോൾ ഇത് അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം വേഗം പെട്ടെന്ന് നോക്കിയിട്ട് അടിക്കുവാന്ന്. നല്ലപോലെ പുഴുവുണ്ട്, അതേപോലെ തന്നെ ഭയങ്കര ഇടങ്ങാറുമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിങ്ങനെ അടിക്കുന്നത്. കണ്ട, ഇതേപോലെ ഇത് അരിച്ചു. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ കണ്ടില്ലേ? ഇനിയിപ്പം ഇതാണ് വെക്കട്ടെ. ഇനിയിപ്പം ഞാനിപ്പോൾ ഇതിൽ ഒഴിക്കുന്നത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ കണ്ട, 5 മില്ലി വേപ്പെണ്ണ ഒഴിക്കുന്നത് ഞാനിപ്പോൾ. ഇതിൻ്റെ അകത്ത് അത്രയേ ഉള്ളൂ, 5 മില്ലിയേ ഉള്ളൂ. അത് ഞാൻ അതിൽ ഒഴിക്കുന്നത്. കണ്ട, അത്രയേ ഉള്ളൂ അതിൽ. അത് ഞാനിപ്പോൾ അതിൽ ഒഴിക്കുന്നുണ്ട്. കണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഇതിലിപ്പോൾ ഞാനത് ഒഴിക്കുന്നത് വെച്ചാൽ ഞാനൊരു 10 മില്ലി, പിന്നെ 1 ലിറ്റർ വെള്ളം 10 മില്ലി ഫിഷ് അമിനോ ആസിഡ് ഒഴിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നല്ലോണം പൂവും കായും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഒഴിക്കുന്നത്. കണ്ട, അത് ഒഴിച്ചു. ഇനിയിപ്പോൾ എന്നാ വേണ്ടത് വെച്ചാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വെള്ളം തേച്ച് ഒഴിക്കുക. അപ്പോൾ ഇതിപ്പം അരിച്ചിട്ട് വൃത്തിയായിട്ടില്ല തോന്നുന്നുണ്ട്. ഞാനത് ഇനിയിപ്പം ഒന്നും കൂടി അരിക്കണം. അവിടെ ഇട്ടിട്ടെ ഒന്നും കൂടി അരിക്കട്ടെ. ഇത് അരിച്ചിട്ട് ഒഴിക്കട്ടെ. ഒരു പൊടി കുടുങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെയായാലും പൊടി കുടുങ്ങും. ഇത് തുണി വെച്ച് അരിക്കേണ്ടതാണ്. പക്ഷേ അതിപ്പോൾ എനിക്കിപ്പം തുണിയില്ല, തുണി എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ അരിച്ചിട്ട് ഇത് നിങ്ങൾക്ക് അരിക്കേണ്ട ഭാഗത്തിന് തന്നെ ഞാൻ കാണിച്ചു തരുന്നത്. എന്നാൽ എന്താ വെച്ചാൽ ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി. നല്ല അനുഭവം കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം. അതിനാണ് ഞാൻ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പം കണ്ടില്ലേ? ഇതേപോലെ ഇത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ അത് ആക്കി. പിന്നെ ഒരു 5 അതല്ല ഇതിൽ ഒഴിച്ച് വെച്ചാൽ ഒരു 5 മില്ലി പിന്നെ വേപ്പെണ്ണി പിന്നെ അത് ഇതാക്കിയതാണ്. വേപ്പെണ്ണ മിശ്രിതം തന്നെയാണ്. സാധാരണ വെറും വേപ്പെണ്ണയല്ല. വേപ്പെണ്ണ സോപ്പിൻ്റെ ലിക്വിഡും കൂടി ഒഴിക്കണം. വേപ്പെണ്ണ ആണെങ്കിൽ ഒരു 5 മില്ലി സോപ്പിൻ്റെ ലിക്വിഡും കൂടി ഒഴിച്ച് കൊടുക്കണം. ഇത് സോപ്പിൻ്റെ ലിക്വിഡ് ഒഴിക്കേണ്ട, ഇത് വേപ്പെണ്ണ മിശ്രിതമാക്കി വെച്ചതാണ്. ഇനിയിപ്പം ഒരു 10 മില്ലി ഞാൻ ഇത് ഒഴിച്ചിട്ടുണ്ട്, ഫിഷ് അമിനോ ആസിഡ്. ഇതിപ്പോൾ ഈ വേലിപ്പം കാണുന്നുണ്ട്. വേലി ഇനിയിപ്പോൾ എപ്പോൾ മഴ പെയ്യുന്നത്, ഈ വേനൽക്കാലമായതുകൊണ്ട് നമ്മൾ രാവിലെ ആണോ ഉച്ചയാണോ ഒന്നുമില്ല, മഴക്കാലമായതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അടിച്ചു കൊടുക്കാം. ഇതിപ്പം വേഗം അടിച്ചു കൊടുത്തില്ല, മഴ വന്നിട്ടുണ്ടെങ്കിൽ അപ്പാട് പോകും. ഏത് സമയത്താണ് മഴ വരുന്ന പറയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേഗം ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. പുഴു വന്നാൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല, എല്ലാം പോയി. പുഴു വന്നതെല്ലാം പോയിട്ടുണ്ട്. കാണുന്നത് എല്ലാത്തിനും പുഴു വന്നിട്ടുണ്ട്. പുഴു, അച്ചിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തേച്ചും എല്ലാം തിന്ന് കളിയേന്. അതുകൊണ്ട് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇതിപ്പം കണ്ട, ഞാനിപ്പം ഇതൊന്നുകൂടി അടിക്കട്ടെ. ഈ കക്കിരിക്ക അടിച്ചു കൊടുക്കട്ടെ. കക്കിരിക്ക അതിനടിച്ചു കൊടുക്കും കേട്ടോ. ഈ കക്കിരിക്ക അടിക്കട്ടെ. കേട്ടാ, ഇതിപ്പം കണ്ടില്ല, ഇതാ പുഴു കണ്ട, പുഴു നല്ലപോലെ പുഴുവന്ന്. ഇത് നല്ലോണം അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ സമയത്ത് ഇപ്പം അടിച്ചെങ്കിലേ ശരിയാവില്ല. അകവും പുറമെല്ലാം അടിച്ചു കൊടുക്കണം, എന്നാലേ ശരിയാവൂലേ. നല്ല വൃത്തിയിൽ അടിച്ചു കൊടുക്കണം. ഇതാണ് ഞാനിപ്പം ഇന്നലെ കെട്ടിക്കൊടുത്ത കക്കിരിയായത്. കണ്ടില്ലേ? ഈ താലോലിയാണ്. ഈ കുറച്ചാൾ മുമ്പേ തട്ട, പക്ഷെ അതത്ര ഗുണം പോരാ. ഞാനതവിടെ നിർത്തിയിട്ടുണ്ട്, വെറുതെ അത് കളയണ്ട വെച്ചിട്ട്. അത് കണ്ട, അതൊരു ഗുണമൊന്നുമില്ല, അത് കളയേണ്ടതാണ്. കണ്ടാ പ്രാണികൾ കണ്ടാ പ്രാണികൾ കണ്ട, പുഴു കണ്ട, പുഴു നിന്നിട്ടുണ്ട്. അച്ചിൽ, പുഴു എല്ലാം ഉണ്ട് ഇതിൻ്റെ മേലെ. കണ്ട, അതാണ് ഈ വർഷകാലത്ത് നമുക്കൊന്നും നട്ടാൽ ബാക്കി കിട്ടാത്തത്. കണ്ടില്ലേ? ഇതേപോലെ എല്ലാത്തിനും ഇത് അടിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല വൃത്തിയിൽ അടിച്ചു കൊടുക്കുക.
കണ്ടില്ലേ മഴയുണ്ട് വരുന്ന ജോറായിട്ട്. മഴ വരുമ്പോഴേക്ക് ഒരു മണിക്കൂർ കിട്ടിപ്പോയിരുന്നെങ്കിൽ ഇവർ പിടിക്കും, അല്ലെങ്കിൽ എല്ലാം പോവും. കണ്ട ഓരോരോ പ്രാണികൾ കണ്ട അത് ചത്തു അപ്പാടന്നെ. കണ്ടാ കണ്ടില്ലേ ഇതേപോലെ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ വേഗം പൂക്കവും കായ്ക്കവും വേണം. പൂ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം തന്നെ ഇത് അടിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു ദിവസം അടുത്തൊരു ദിവസം തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനിയിപ്പം ഇതും കൂടി അടിച്ചു കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതിനാണ് അടിച്ചു കൊടുക്കുന്നത്. അവിടെ പിന്നെ ഇത് കണ്ടില്ലേ, അതിന് ഭയങ്കര പുഴുവാണ്. കായ് തേച്ചും പുഴു ഒന്ന് കഴിഞ്ഞു പോയി. കണ്ടാ പുഴുവെന്ന് വെച്ചാൽ വലിയ പുഴുവായിരുന്നു. ഞാൻ അതിന് ചവിട്ടി ഉരച്ച് കളിയായതിന്. ഇനിയിപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഇതിനൊന്ന് അടിക്കുന്നത് കാണിച്ചു തരാമല്ലോ. കണ്ടാ ഉണ്ടല്ലേ, ഇതാണ് അവര കണ്ട. അതിന് തേച്ച് അടിയിലേക്കൂടി എല്ലാം പുഴുവാണ്. ഈ പുഴുവിന് വേണ്ടി ഞാനിപ്പോൾ അടിച്ചു കൊടുക്കും. തെച്ചും പുഴുവെന്ന് വെച്ചാൽ പുഴുത്തുന്നിട്ട് തേച്ചും കണ്ടാ ഒരൊറ്റ ബാക്കി വെച്ചേക്കുന്നില്ല, പൂക്കളും കൂടി വെച്ചിരിക്കുന്നില്ല. ഉണ്ടല്ലേ, ഇതെല്ലാം പൂ തേച്ചും അടിഞ്ഞു പോയി. കണ്ട പൂ തേച്ചും അടിഞ്ഞു പോയി പുഴു തിന്നിട്ട്. ഇതിനുള്ളിലെല്ലാം തേച്ചും പുഴുവാ. കണ്ടാ ഇവിടെ ഒരു വലിയ പുഴുവുണ്ടായിരുന്നു. ആ പുഴുവാണ് അച്ചില്. കണ്ട ഇത് അച്ചില് വരെയാന്ന് കളിയുന്നത്. കണ്ട ഇത് കണ്ട അച്ചു കണ്ട അച്ചില് കണ്ട. ഇതും എല്ലാന്ന് കളയുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ശല്യം തന്നെ. ദിവസം നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പണിയെടുക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം എടുക്കുമ്പോൾ എടുക്കണം. ആണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്. അച്ചിൽ കുട്ടിയായി കൂടി പുഴു ഒരു ഭാഗം, അച്ചിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇലയെല്ലാം തിന്നിട്ട് പിന്നെ ഇതായിട്ട് കണ്ടാ. എന്നിട്ട് ഇപ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കുന്ന കണ്ടാ. ഇത് പോയിട്ട് വേണ്ട. ഇത് കൊണ്ടുവാ കണ്ടാ പോയിട്ട് വേണ്ട. തിന്നിട്ട് വേണ്ട. ഇങ്ങനെ തേച്ച് തിന്ന് കളഞ്ഞു കിട്ടും. അത് ഞാൻ ആർക്കും മറക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പണിയെടുക്കുന്നത്. കേട്ടോ ഇത് കണ്ട പൂ ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്കിത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ കീടങ്ങൾ വരാണ്ടിരിക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പഠിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്ക്. എന്നാൽ കുറേ രക്ഷപ്പെടാൻ കഴിയും. ഇനിയും ആച്ച് വരുമ്പോൾ എല്ലാം അടിച്ചു കൊടുക്കണം. ഇന്ന് മാത്രം പോരാ, ഒരു ദിവസം മാത്രം പോരാ. ഇത് മഴ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കേ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള സാധനം തന്നെയല്ലേ. ദേശം വേപ്പണ്ണിലെ കൊണ്ടൊക്കെ ഉണ്ട്. അത് ഇനി എങ്ങനെയായാലും കൊണ്ടൊക്കെ മതി. കണ്ടാ പുഴു കണ്ട അതാ ചപ്പ് അടക്കം കൂട്ടിയിട്ടാണ് പുഴുവാക്കി വെക്കുന്നത്. കണ്ടാ പുഴു കണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് പുഴുള്ളു. കണ്ടാ വലിയ പുഴു കണ്ടാ. പുഴു മുട്ട വിട്ടിട്ട് വിരിയിട്ടേണ്ട. ഇത് കണ്ട മഞ്ഞ കണ്ട അതാണ് പുഴു. ഇതിൻ്റെ ഉള്ളിൽ ചപ്പിൻ്റെ ഉള്ളിൽ തിരച്ചു കൂട്ടിയിട്ട് ഇങ്ങനെയാണ് പുഴു ഉണ്ടാകുന്നത്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ വെറുതെ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ നട്ടിട്ട് ഉണ്ടായില്ല എന്നിട്ട് കാര്യമില്ല. നമ്മളിതെല്ലാം ശ്രദ്ധിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല, കിട്ടൂല. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മഴക്കാലം പ്രത്യേകിച്ച് നട്ടാൽ നമുക്ക് കിട്ടാതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇതല്ലേ ഇതേപോലെ അടിച്ചു കൊടുക്കുക. ഇനിയിപ്പം അപ്പുറം ഫോക്കസ് അടിച്ചു കൊടുക്കാറുണ്ട്. ഈ കുത്തിരിയുള്ളൂ. നാളെ വേറെ വീഡിയോ വീടുന്നില്ല. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ വേണ്ടിയിട്ട് സപ്പോർട്ട് തരിക. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് കഴിയുന്ന പോലെ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു. എനിക്ക് സുഖം ഉണ്ടായാലും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും വീഡിയോ കാണാതിരുന്നാൽ എനിക്ക് ഒരു കാര്യം ഉണ്ടാവില്ല മക്കളെ. എല്ലാവരും എൻ്റെ വീഡിയോ വേണം സപ്പോർട്ട് ചെയ്യണം എനിക്ക് പറയാനും. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.